ഈ സഹിക്കാൻ പറ്റാത്ത ചൂടുകാലത്ത് ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു BLDC ഫാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആറ്റംബർഗ്, ക്രോംപ്ടൺ, ലൂക്കർ എന്നിങ്ങനെ 3 മേജർ ബ്രാൻഡ്സിന്റെ 3600 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന 3 BLDC ഫാനുകളാണ് താരതമ്യം ചെയ്യാൻ പോകുന്നത്. ആറ്റംബർഗിന്റെ റെനേസ പ്രൈം, ക്രോംപ്ടന്റെ എനർജിയോ നിറ്റിയോ, ലൂക്കറിന്റെ ക്രൗൺ എന്നിങ്ങനെ 3 ഡിഫറെന്റ് മോഡൽസ് ആണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഡിസൈൻ, പെർഫോമൻസ്, നോയ്സ് ടെസ്റ്റ്, എനർജി കൺസപ്ഷൻ പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ ടെസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 മോഡലുകളിൽ ഏതാണ് ബെസ്റ്റ് ചോയ്സ് എന്നും നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് എങ്ങനെ ഒരു BLDC ഫാൻ തിരഞ്ഞെടുക്കാമെന്നുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. കമ്പാരിസണിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം ഷെയർ ചെയ്യാം. ഇനി ബേസിക്സ് ഒന്നും അറിയണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാനുള്ള ടൈം കോഡും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഭാഗത്തേക്ക് ഡയറക്റ്റ് ആയി പോയി കാണാനും കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി BLDC ഫാനുകൾ എന്തുകൊണ്ടാണ് ഇൻഡക്ഷൻ ഫാനുകളെക്കാൾ ഭേദമെന്ന് പറയാം. പഴയ ഇൻഡക്ഷൻ ഫാനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പവറെ കൺസ്യൂം ചെയ്യുള്ളൂ പുതിയ മോഡൽ BLDC ഫാനുകൾ. ഓപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇൻവെർട്ടർ ലോഡിൽ റൺ ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ ഫാനുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി സമയത്തോളം റൺ ചെയ്യാനും BLDC ഫാനുകൾക്ക് കഴിയും. അതായത് ഒരു നോർമൽ ഫാൻ 5 മണിക്കൂറാണ് ഒരു ഇൻവെർട്ടർ ബാറ്ററി ബാക്കപ്പിൽ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് ഒരു BLDC ഫാൻ ആണെങ്കിൽ അതിന്റെ പ്രവർത്തനം ഒരു 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ആകാൻ കഴിയും. കൂടാതെ റിമോട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇനി അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സേവിങ്സ്. ഈ BLDC ഫാനുകൾ വാങ്ങുന്നത് സത്യത്തിൽ ലാഭകരമാണോ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവാറുണ്ട്. BLDC ഫാനുകൾക്ക് ഇൻഡക്ഷൻ ഫാനുകളെ അപേക്ഷിച്ച് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. പക്ഷെ ദിവസവും ഒരുപാട് നേരം ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫാൻ ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൽ വരുന്ന ലാഭം കൊണ്ട് ഇനിഷ്യലി മുടക്കുന്ന എക്സ്ട്രാ കോസ്റ്റ് ഒക്കെ സേവിങ്സ് ആയിട്ട് നിങ്ങൾക്ക് അധികം താമസിക്കാണ്ട് തന്നെ തിരിച്ചു ലഭിക്കും. കേരളത്തിലെ മിക്ക വീടുകളുടെയും ഇലക്ട്രിസിറ്റി ബില്ല് എടുത്താൽ 20 തൊട്ട് 30% വരെ കൺസപ്ഷൻ വരുന്നത് ഫാനുകളുടെ തന്നെയാണ്. ഒരുപാട് പഴയ മോഡൽ ഫാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മികച്ച എനർജി സേവിങ്സ് BLDC ഫാനുകൾക്ക് നൽകാൻ കഴിയും. 50 മുതൽ 55 വാട്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യുന്ന പുതിയ മോഡൽ ഇൻഡക്ഷൻ ഫാനുകളായി കമ്പയർ ചെയ്താൽ പോലും സേവിങ്സ് ഉണ്ട്. പക്ഷെ പഴയ ഫാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാണുന്ന പോലെ അത്ര വലിയ സേവിങ്സ് ആയിരിക്കില്ല എന്ന് മാത്രം. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം 7 മണിക്കൂറാണ് നിങ്ങൾ ഫാൻ പ്രവർത്തിപ്പിക്കുന്നതെന്ന് കരുതുക. വൈദ്യുതി ചാർജ് വരുന്നത് യൂണിറ്റിന് 6 രൂപയുമാണെന്ന് കരുതുക. പഴയ ഇൻഡക്ഷൻ ഫാനും BLDC ഫാനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാസത്തെ ബില്ലിൽ തന്നെ 61 രൂപയുടെ വ്യത്യാസം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇനി അത് ഒരു വർഷത്തെ സേവിങ്സ് ആയി നോക്കിക്കഴിഞ്ഞാൽ 737 രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. ഇത് ഞാൻ പറയുന്നത് ഒരു ഫാനിന്റെ കണക്കാണ്. ഇപ്പൊ ഇതുപോലെ 4 ഫാൻ നിങ്ങൾ വീട്ടിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വർഷം 2948 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. ഇനി വേറൊരു സംഗതി കൂടിയുണ്ട്. ഈ കണക്ക് കൂട്ടിയത് മുഴുവൻ BLDC ഫാൻ ഫുൾ സ്പീഡിൽ റൺ ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റ് ആണ്. BLDC ഫാനുകൾ സ്പീഡ് കുറയുന്നതനുസരിച്ച് എനർജി കൺസപ്ഷനും കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരം സ്പീഡ് 3 ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു വർഷത്തെ സേവിങ്സിൽ 734 നിന്നും 933 രൂപ വരെ ആയി മാറും. അപ്പോൾ കമ്പനി പറയുന്നതിലും കൂടുതൽ സേവിങ്സ് ലഭിക്കുകയും ചെയ്യും. അടുത്തത് റൂം സൈസ് അനുസരിച്ചുള്ള ഫാൻ തിരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മുടെ ഫാനിന്റെ ബ്ലേഡ് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2 ബ്ലേഡിന്റെ ടിപ്പ് തമ്മിലുള്ള അകലം നോക്കിയാണ് സ്വീപ്പ് സൈസ് പറയുന്നത്. ഇനി ഓഡ് നമ്പർ ഓഫ് ബ്ലേഡ്സ് ആണ് നമ്മുടെ ഫാനിലുള്ളതെങ്കിൽ ഫാനിന്റെ സെന്ററിൽ നിന്ന് ഒരു ലീഫിന്റെ ടിപ്പ് വരെയുള്ള അകലം എടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ആ ഫാനിന്റെ സ്വീപ്പ് സൈസ്. അപ്പൊ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.2 മീറ്റർ അല്ലെങ്കിൽ 1200 മില്ലിമീറ്റർ ആണെങ്കിൽ ആ ഫാൻ 1.2 മീറ്റർ ഡയമീറ്റർ ഉള്ള സർക്കിളിലുള്ള എയർ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ 1200 മില്ലിമീറ്റർ ഇതാണ് നമ്മുടെ നാട്ടിൽ മോസ്റ്റ് കോമൺ ആയി കണ്ടുവരുന്ന സൈസ്. ബെഡ്റൂമുകൾക്കും നോർമൽ ഹാൾസിലും ഒക്കെയാണ് ഈ ഒരു ഫാൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി 1400 മില്ലിമീറ്ററിന്റെ ഒരു മോഡലുണ്ട്. അത് വലിയ റൂമുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇനി 900 മില്ലിമീറ്ററിന്റെ ഒരു മോഡലുണ്ട്. അത് തീരെ ചെറിയ റൂമുകൾക്ക് അല്ലെങ്കിൽ കിച്ചൺ, ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാനാണിത്. ഇനി നിങ്ങൾ ഫാൻ ഇടുന്നത് വലിയൊരു ഹോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1400 മില്ലിമീറ്ററിന്റെ ഒരു ഫാൻ ഇടുന്നതിന് പകരം 1200 മില്ലിമീറ്ററിന്റെ ഫാൻ ഇടുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്പ്രെഡ് ലഭിക്കും. ഇനി അടുത്തത് കൂളിംഗ് പെർഫോമൻസ് ആണ്. അതിൽ നമ്മൾ എയർ ഡെലിവറി നോക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സ് പെർ മിനിറ്റ് എന്ന വാല്യൂ വെച്ചിട്ടാണ്. CMM എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തുമാത്രം കാറ്റാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളൊരു വാല്യൂ ആണ് ഇത്. പിന്നെ ഉള്ളത് RPM ആണ്. നമ്മുടെ ഫാൻ എത്ര വേഗതയിലാണ് സ്പിൻ ചെയ്യുന്നത്, അതായത് ഒരു മിനിറ്റിലെ റൊട്ടേഷൻ്റെ എണ്ണമാണത്. ഫാൻ വാങ്ങുമ്പോൾ ഏറ്റവും നല്ല കോംബോ ഹൈ എയർ ഡെലിവറിയും ലോവർ RPM ഉള്ള ഫാനുകളാണ്. ഹൈ RPM ലോ എയർ ഡെലിവറിയും ആണെങ്കിൽ ഫാൻ ഫാസ്റ്റ് ആയിട്ട് കറങ്ങും, പക്ഷെ കൂളിംഗ് ഒട്ടും സാറ്റിസ്ഫൈങ് ആയിരിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് കമ്പാരിസൺ പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ 3 ഫാനുകൾ വന്ന പാക്കിംഗ് ആണിത്. ഇതിൽ ലൂക്കർ മാത്രം 2 ബോക്സിലാണ് വന്നത്. ആറ്റംബർഗ് സിംഗിൾ ബോക്സ് ആയിരുന്നു, പക്ഷെ ഉള്ളിൽ 2 ബോക്സ് ഉണ്ടായിരുന്നു. ക്രോംപ്ടൺ ഒറ്റ സിംഗിൾ പാക്കിങ്ങിലാണ് വരുന്നത്. ഈ 3 പ്രോഡക്റ്റുകളിലും ഒരേ സാധനങ്ങളൊക്കെ തന്നെയാണ് അകത്തുള്ളത്. മോട്ടർ, ബ്ലേഡ് സെറ്റ്, ഡൗൺ റോഡ്, ഷാക്കിൾ യൂണിറ്റ്, 2 കാനോപ്പീസ്, പിന്നെ റിമോട്ട് കൺട്രോൾ ഉണ്ട്, 2 AAA ബാറ്ററീസും
യൂസർ മാനുവലും പിന്നെ വാറണ്ടി കാർഡുമാണ് ഉണ്ടായിരുന്നത്. ഇനി സീലിംഗിന് ഹൈറ്റ് കുറവുള്ളവർക്ക് ചിലപ്പോൾ 2 കാനോപ്പീസ് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ആറ്റംബർഗിന്റെ കൂടെ ഫോൾ സീലിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അവർ നൽകുന്നുണ്ട്. പിന്നെ ഈ ഫാനുകളുടെ കൂടെ എല്ലാം റിമോട്ട് കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ബാറ്ററീസ് കൂടെ പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത് ലൂക്കറിനും ആറ്റംബർഗിനും മാത്രമാണ്. ക്രോംപ്ടന്റെ പാക്കിങ്ങിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയൊരു ഫാൻ മേടിക്കുമ്പോൾ നിങ്ങൾ ബാറ്ററി മേടിക്കാൻ വീണ്ടും ഓടേണ്ടി വരും, അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് കിടക്കാം. ആറ്റംബർഗ് റെനേസ പ്രൈം എന്ന് പറയുന്നത് ഒരു ഗ്ലോസ് ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. ഇതിന് 5 കളർ ഓപ്ഷൻസ് ഉണ്ട്. അത് റെഗുലേറ്റർ മോഡലിനാണ്. അതായത് നിങ്ങൾക്ക് റിമോട്ട് കൺട്രോൾ വേണ്ടാത്ത മോഡൽ ഉണ്ടെങ്കിൽ ഈ 5 കളർ ഓപ്ഷൻസ് നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അതല്ലാതെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യുന്ന മോഡൽസിൽ, അതായത് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്ന പോലത്തെ മോഡൽസിൽ 8 കളർ ഓപ്ഷൻസ് ആണുള്ളത്. അത് ആക്ച്വലി ആറ്റംബർഗിനെ സംബന്ധിച്ച് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രായമായവർക്കൊക്കെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് ഫാൻ പ്രവർത്തിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്റ്റെപ്പ് റെഗുലേറ്ററിൽ നിന്നും BLDC ഫാനുകൾ പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ യൂസറിന്റെ ചോയ്സ് ആണ് ഏത് മോഡൽ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ആമസോണിൽ നമ്മൾ ഈ ഒരു സെയിം പ്രോഡക്റ്റ് വാങ്ങാൻ നോക്കിയപ്പോൾ അവിടെ സ്റ്റെപ്പ് റെഗുലേറ്ററിന്റെ ഓപ്പറേഷനുള്ള ഫാൻ മാത്രമാണ് കണ്ടിരുന്നത്. റിമോട്ടിന്റെ ചോയ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫാൻ ഓർഡർ ചെയ്തത് ആറ്റംബർഗിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഈ ഒരു ഫാൻ നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ LED ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് സ്പീഡിലാണ് നമ്മൾ ഫാൻ റൺ ചെയ്യുന്നതെന്ന് LED നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു സ്ലീക്കും യുണീക്കുമായിട്ടുള്ള ഡിസൈനാണ്. കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ക്രോംപ്ടൺ എനർജിയോ നീറ്റിയോ നോക്കുകയാണെങ്കിൽ ഒരു ബേജ് ഫിനിഷ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഈ ഒരു ഫാനിന് 10 കളർ ഓപ്ഷൻസ് മൊത്തം അവൈലബിൾ ആണ്. ഇതിൽ വാം LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഓഫ് ആയി പോകുന്നതൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ റൺ ചെയ്യുന്ന സ്പീഡ്, ടൈമറിന്റെ സെറ്റിംഗ്സ്, പിന്നെ സ്ലീപ്പ് മോഡിലാണോ അല്ലെങ്കിൽ മോപ്പ് മോഡിലാണോ എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഇനി ലൂക്കർ ക്രൗൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് കോപ്പർ മോഡിലാണ് ചൂസ് ചെയ്തത്. അതിൽ ഈ കോപ്പർ ലൈനിങ് പോലത്തെ സംഭവം ഗ്ലോസ് ചെയ്യും, ബാക്കി ഫാൻ മൊത്തത്തിൽ മാറ്റ് ഫിനിഷും ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാനിലും LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാനിന്റെ സ്പീഡും മോഡും എല്ലാം ഈ ഒരു ലൈറ്റ് നോക്കി തിരിച്ചറിയാൻ കഴിയും. ഈ 3 മോഡലുകൾക്കും അലുമിനിയം ബ്ലേഡും മെറ്റൽ ബിൽഡും ആണ് വരുന്നത്. എനിക്ക് ഈ 3 ഫാനുകളുടെയും ഡിസൈൻ ഓൾമോസ്റ്റ് ഇഷ്ടമായി. പക്ഷേ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആറ്റംബർഗ് തന്നെയാണ്. കാര്യം ആ ഗ്ലോസ് ബ്ലാക്ക് വേരിയന്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാനത് പ്രോഡക്റ്റ് ഇമേജ് കണ്ടപ്പോൾ എനിക്ക് അത്ര ഭംഗിയായിരിക്കും ഞാൻ പ്രതീക്ഷയില്ല. ബ്ലാക്ക് ഫാൻ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്ലോസ് ബ്ലാക്ക് വേരിയന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഈ 3 ഫാനുകളിലെയും LED പ്യൂർലി നമുക്ക് നൈറ്റ് ലാമ്പ് എന്നുള്ള രീതിയിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഏത് സ്പീഡിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ള സംഭവം അറിയാൻ വേണ്ടി മാത്രം. അല്ലാതെ റൂം ഒന്ന് ബ്രൈറ്റ് ആക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഈ 3 ഫാനുകളിലും നടക്കില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ലൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 ഫാനുകളിൽ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ആറ്റംബർഗ് ആണ്. കാര്യം അതിൻ്റെ ലൈറ്റ് ഭയങ്കര ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രോംപ്ടന്റെ ഒരു വാം ടോൺ ആയതുകൊണ്ട് അതിനും ഒരു ബെനിഫിറ്റ് തോന്നുന്നുണ്ട്. ലൂക്കറിന്റെ LED വരുന്നത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഈ 3 ഫാനുകൾ തമ്മിലുണ്ട്. ഇനി അടുത്ത് നമുക്ക് റിമോട്ട് കൺട്രോൾ നോക്കാം. അപ്പോൾ BLDC ഫാനുകളിലെ റിമോട്ട് കൺട്രോൾ ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്ന് ഇൻഫ്രാറെഡ് ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫാനിലേക്ക് പോയിന്റ് ചെയ്ത് പിടിച്ചിട്ട് പ്രവർത്തിപ്പിക്കേണ്ട റിമോട്ടുകൾ. അപ്പോൾ ഈ ഒരു റിമോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഫാൻസ് ഉണ്ടെങ്കിൽ പോയിന്റ് ചെയ്ത് ഒരേ റിമോട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് റേഡിയോ ഫ്രീക്വൻസിയാണ്. ഫാനിലേക്ക് ഡയറക്റ്റ് പോയിന്റ് ചെയ്യേണ്ട, പകരം എങ്ങോട്ട് പിടിച്ച് വേണേലും നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫാൻ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹാളിലൊക്കെയാണ് 2 ഫാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരേ സമയം രണ്ടും ഒരേപോലെ കൺട്രോൾ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന ഈ 3 ഫാനുകൾക്കും IR ബേസ്ഡ് റിമോട്ട്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയിന്റ് ചെയ്ത് ഇത് പ്രവർത്തിപ്പിക്കണം. ആറ്റംബർഗ് റെനേസ പ്രൈമിന്റെ റിമോട്ട് നോക്കിയാൽ അതിലൊരു പവർ ബട്ടൺ ഉണ്ട്, 1 to 5 സ്പീഡ് കൺട്രോൾസ് ഉണ്ട്, പിന്നെ ബൂസ്റ്റ് മോഡ്, ടൈമർ, LED എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ സ്ലീപ്പ് മോഡും ആണ് ഉള്ളത്. ആറ്റംബർഗിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സൽ റിമോട്ട് എക്കോസിസ്റ്റം ആണ്. അതായത് ഒരു സെയിം റിമോട്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫാൻസ് റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് IR ബേസ്ഡ് ഫാൻസിലെല്ലാം അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. പണ്ട് മേടിച്ച ഒരു ആറ്റംബർഗ് ഫാനിന്റെ റിമോട്ട് എടുത്ത് നമ്മൾ പുതിയ ഫാനിൽ പോയിന്റ് ചെയ്താൽ പോലും അത് വർക്കാവും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ഇനി ക്രോംപ്ടൺ എനർജിയോ നീറ്റിയോടെ റിമോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പവർ ബട്ടൺ ഉണ്ട്, 1 to 5 സ്പീഡ് കൺട്രോൾസ് ഉണ്ട്, ഹൈപ്പർ മോഡ് ഉണ്ട്, പിന്നെ മോപ്പ് മോഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്ലോറൊക്കെ മോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡാണ്. അതുകൂടാതെ സ്ലീപ്പ് ബട്ടൺ ഉണ്ട്, സ്പീഡ് ബട്ടൺ ഉണ്ട്, ലാമ്പ് ബട്ടൺ ഉണ്ട്, ടൈമർ കൺട്രോൾസും ഉണ്ട്. ലൂക്കർ ക്രൗണിലും വരുന്നത് IR റിമോട്ട് തന്നെയാണ്. ഇനി ലൂക്കർ ക്രൗണിന്റെ റിമോട്ട് നോക്കിയാൽ അതിലെ പവർ ബട്ടൺ, 1 to 5 സ്പീഡ് കൺട്രോൾസ്, ബൂസ്റ്റ് മോഡ്, ടൈമർ, LED, റിവേഴ്സ് എന്നിങ്ങനെയുള്ള സ്വിച്ചുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 3 റിമോട്ടുകളും ഉപയോഗിച്ച് നോക്കിയതിൽ ഫാനിന്റെ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. റിമോട്ടിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ ക്രോംപ്ടൺ ആണ് ഏറ്റവും സ്മോളസ്റ്റ്. അതിന്റെ പുറകെ ആറ്റംബർഗ്, പിന്നീട് ലൂക്കർ.
ഇൻ ഹാൻഡ് ഫീൽ പറയുകയാണെങ്കിൽ ക്രോംപ്റ്റൺ ആണ് ഹോൾഡ് ചെയ്യാനൊക്കെ ഈസി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരുപാട് സ്വിച്ച് ഉള്ളതുകൊണ്ട് പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം. പിന്നെ ആറ്റംബർഗിന്റെ റിമോട്ട് നോക്കുകയാണെങ്കിൽ മുകളിലൊരു ഹോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ബോളിൽ ഏതെങ്കിലും ഹുക്കിലൊക്കെ ഉടക്കിയിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റിമോട്ട് എപ്പോഴും മിസ്പ്ലേസ് ആയി പോകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ലൂക്കറിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ റിമോട്ടാണ് വരുന്നത്. ഇനി നമുക്ക് പെർഫോമൻസ് കാറ്റഗറിയിലേക്ക് പോവാം. അപ്പോൾ ആറ്റംബർഗ് റെനേസ പ്രൈമിന്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 225 cmm 350 rpm ആണ് വരുന്നത്. ക്രോംപ്റ്റൺ എനർജിയോൺ നീറ്റിയോ നോക്കിക്കഴിഞ്ഞാൽ 220 cmm 350 rpm ആണ് വരുന്നത്. അതുപോലെ ലൂക്കർ ക്രൗൺ നോക്കിയാൽ 238 cmm 340 rpm ആണ് വരുന്നത്. അപ്പോൾ ഈ 3 ഫാനുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് എയർ ഫ്ലോ കിട്ടുന്നത് ലൂക്കർ ക്രൗണിലാണ് സ്പെക് വൈസ്. ആറ്റംബർഗ് റെനേസ പ്രൈമിലാണ് ബാലൻസ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുക. അപ്പോൾ നിങ്ങളാണ് ആക്ച്വലി ചൂസ് ചെയ്യേണ്ടത് ഏത് വേണം എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 3 ഫാനുകളുടെയും നോയ്സ് ലെവൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ലോ നോയ്സ് എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ ആളുകൾ വിചാരിക്കും BLDC ഫാനിന് ഒച്ചയെ കേൾക്കില്ല. അങ്ങനെയല്ല, മോട്ടറിന്റെ ഹമ്മിങ് നോയ്സ് ആണ് ഒഴിവാകുന്നത്. പകരം കാറ്റടിക്കുന്ന ശബ്ദം എല്ലാ ഫാനുകൾക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആറ്റംബർഗ് റെനേസ പ്രൈം മാക്സിമം സ്പീഡിൽ 56 ഡെസിബൽ നോയ്സ് ആണ് ഉണ്ടാക്കിയത്. അതേസമയം ക്രോംപ്റ്റൺ എനർജിയോൺ നീറ്റിയോ 63 ഡെസിബൽ സൗണ്ട് ഉണ്ടാക്കി. പിന്നീട് ലൂക്കർ ക്രൗൺ ടെസ്റ്റ് ചെയ്തപ്പോൾ 61 dB നോയ്സ് ആണ് ആ ഒരു ഫാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ മാക്സിമം സ്പീഡിൽ ഏറ്റവും കുറവ് നോയ്സ് ഉണ്ടാക്കിയത് ആറ്റംബർഗും കമ്പാരിറ്റീവ്ലി മീഡിയം നോയ്സ് ഉള്ളത് ലൂക്കറിനും പിന്നെ ഏറ്റവും കൂടുതൽ നോയ്സ് ഉള്ളത് ക്രോംപ്റ്റണുമാണ്. ഇനി നമുക്ക് സ്പീഡ് 2, 3 കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കാര്യം കുറേ ആളുകൾ സ്ലീപ്പ് ടൈമിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പീഡുകളായിരിക്കും. ആറ്റംബർഗ് സ്പീഡ് 2 36 dBയും സ്പീഡ് 3 42 dBയും നോയ്സ് ആണ് ഉണ്ടാക്കിയത്. ക്രോംപ്റ്റൺ ആണെങ്കിൽ സ്പീഡ് 2 45 dBയും സ്പീഡ് 3 49 dB നോയ്സും ഉണ്ടാക്കി. ലൂക്കർ ടെസ്റ്റ് ചെയ്തപ്പോൾ സ്പീഡ് 2 44 dBയും സ്പീഡ് 3 49 dB നോയ്സ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു നോയ്സ് ടെസ്റ്റിൽ ആറ്റംബർഗ് ആണ് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത്. ലൂക്കറും ക്രോംപ്റ്റണും ഏകദേശം സിമിലർ റിസൾട്ട് തന്നെയാണ് നൽകിയത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അതാണ് എനർജി കൺസപ്ഷൻ. നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചൂസ് ചെയ്ത 3 മോഡൽസും 5 സ്റ്റാർ റേറ്റഡ് ആണ്. പ്രോഡക്റ്റ് വെബ്സൈറ്റ് നോക്കിയാൽ ക്രോംപ്റ്റൺ മാത്രം പല സ്പീഡിലുള്ള കമ്പാരിസൺ സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൂക്കറിനും ആറ്റംബർഗിനും അങ്ങനെ ഒരു ടേബിൾ വെബ്സൈറ്റിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. ആറ്റംബർഗ് റെനേസ പ്രൈമിൽ കമ്പനിയിൽ നൽകിയിരിക്കുന്നത് 35 വാട്ട്സ് മാക്സിമം കൺസപ്ഷൻ എന്നാണ്. നമ്മൾ ചെക്ക് ചെയ്തത് വഴി സ്പീഡ് 1 4 വാട്ട്സും സ്പീഡ് 2 6 വാട്ട്സും സ്പീഡ് 3 9 വാട്ട്സും സ്പീഡ് 4 14 വാട്ട്സും സ്പീഡ് 5 22 വാട്ട്സുമാണ് കൺസ്യൂം ചെയ്തത്. ഇതുകൂടാതെ ബൂസ്റ്റ് മോഡിൽ വന്നപ്പം 35 വാട്ട്സും കൺസ്യൂം ചെയ്തു. അപ്പോൾ ആറ്റംബർഗ് സൈറ്റിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ പ്രോപ്പർ എനർജി റേറ്റിംഗ് ആണ് അവർ നൽകിയിട്ടുള്ളത്. ഇനി ക്രോംപ്റ്റൺ എനർജിയോ നീറ്റിയോ നോക്കിക്കഴിഞ്ഞാൽ 30 വാട്ട്സ് ആണ് കമ്പനി പറയുന്ന മാക്സിമം എനർജി കൺസപ്ഷൻ. നമ്മുടെ ടെസ്റ്റിൽ സ്പീഡ് 1 4 വാട്ട്സും സ്പീഡ് 2 6 വാട്ട്സും സ്പീഡ് 3 10 വാട്ട്സും സ്പീഡ് 4 15 വാട്ട്സും സ്പീഡ് 5 23 വാട്ട്സും ബൂസ്റ്റ് മോഡിൽ 29 വാട്ട്സുമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ ക്രോംപ്റ്റൺ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തതിലും 1 വാട്ട്സ് കുറവാണ് സ്പീഡ് 4 5 ബൂസ്റ്റ് മോഡിലും കണ്ടത്. ഇനി അടുത്തത് ലൂക്കർ ക്രൗൺ ആണ്. 35 വാട്ട്സ് ആണ് ഒരു വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിരുന്ന മാക്സിമം കൺസപ്ഷൻ. സ്പീഡ് 1 7 വാട്ട്സും സ്പീഡ് 2 8 വാട്ട്സും സ്പീഡ് 3 12 വാട്ട്സും സ്പീഡ് 4 22 വാട്ട്സും സ്പീഡ് 5 32 വാട്ട്സും ആണ് ലൂക്കർ കൺസ്യൂം ചെയ്യുന്നത്. ഇതുകൂടാതെ ബൂസ്റ്റ് മോഡിൽ 40 വാട്ട്സ് വരെ ലൂക്കർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം 35 വാട്ട്സ് എന്ന് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടും ബൂസ്റ്റ് മോഡിൽ 40 വാട്ട്സ് വരെ ഫാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിലെ ഏറ്റവും എഫിഷ്യൻസി കുറവുള്ള ഫാനാണ് ലൂക്കർ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതാണ് എഫിഷ്യൻസിയിൽ ബെസ്റ്റ് എന്ന് നോക്കിയാൽ നോർമലി നിങ്ങൾ 1 to 5 സ്പീഡിലാണ് ഫാൻ മോസ്റ്റ്ലി ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത് എങ്കിൽ ബെസ്റ്റ് എനർജി എഫിഷ്യൻസി തരുന്നത് ആറ്റംബർഗ് ആണ്. ഇനി നിങ്ങൾ എപ്പോഴും ഫാൻ അതിന്റെ മാക്സിമം ബൂസ്റ്റ് മോഡിലിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എഫിഷ്യൻസി വൈസ് ക്രോംപ്റ്റൺ ആണ് ബെറ്റർ. 6 വാട്ട്സിന്റെ കൺസപ്ഷൻ കുറവ് വരുന്നുണ്ട് ആറ്റംബർഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബൂസ്റ്റ് മോഡിൽ ക്രോംപ്റ്റണേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എയർ ഡെലിവറി തന്നത് ആറ്റംബർഗ് ആണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആറ്റംബർഗും ലൂക്കറും കുറെ കൂടെ എനർജി കൺസ്യൂം ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽ ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കിയത് എയറിന്റെ റീച്ച് ആണ്. നമ്മുടെ ലിവിംഗ് റൂം ടെസ്റ്റിൽ 3 ഫാൻസും സിമിലർ പെർഫോമൻസ് തരുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ടെസ്റ്റിന്റെ കാര്യം നോക്കിയാലും 3 ഫാനും സിമിലർ ആയിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം തോന്നിയത്. വലിയ വോബ്ലിങ്ങോ ഭയങ്കരമായിട്ടുള്ള ആട്ടമോ കുലുക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ചെറിയൊരാട്ടം മാത്രമേ 3 ഫാനുകൾക്കുള്ളൂ. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റിലേക്ക് കിടക്കാം. അതാണ് വാറണ്ടി. ആറ്റംബർഗ് റെനേസ പ്രൈമിൽ 2 വർഷത്തെ വാറണ്ടിയും പ്ലസ് 1 ഇയർ അഡീഷണൽ വാറണ്ടി ഉണ്ട്. അത് നിങ്ങൾ ആറ്റംബർഗിന്റെ വെബ്സൈറ്റിൽ പോയി പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ഇനി ക്രോംപ്റ്റന്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ PCBക്ക് 2 വർഷത്തെ വാറണ്ടിയും 4 വർഷത്തെ മോട്ടോർ വാറണ്ടിയും ആണ് ഉള്ളത്. ടോട്ടൽ നോക്കുമ്പോൾ 4 വർഷം ഉണ്ട് വാറണ്ടി എന്ന് തോന്നുമെങ്കിലും BLDC ഫാനുകളിൽ കൂടുതലും കംപ്ലൈന്റ് ആകുന്നത് മോട്ടർ അല്ല, പകരം PCB ആണ്. ഇപ്പോൾ PCBക്ക് 2 വർഷത്തെ വാറണ്ടി മാത്രമേ ക്രോംപ്റ്റൺ നൽകുന്നുള്ളൂ.
ലൂക്കറിന്റെ കേസ് എടുത്താൽ 3 വർഷം വാറണ്ടിയാണുള്ളത്. അപ്പോൾ അതിൽ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്ട്ലി 3 ഇയർ വാറണ്ടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൽ ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നിയത് ആറ്റംബർഗും ലൂക്കറുമാണ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ ഫെയിലിയേഴ്സ് റെയർ ആയതുകൊണ്ടും അതുപോലെ PCBയുടെയും കൺട്രോളറിന്റെ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ നാട്ടിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷനും ഇലക്ട്രോണിക്സിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കോമൺ ആയതുകൊണ്ടും അതിന് ബെറ്റർ വാറണ്ടി പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി പ്രൈസിംഗിലേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫാനുകൾ പർച്ചേസ് ചെയ്ത പ്രൈസ് ആദ്യം മെൻഷൻ ചെയ്യാം. ആറ്റംബർഗ് റെനേസ പ്രൈം നമ്മൾ 3299 രൂപയ്ക്കാണ് വാങ്ങിയത്. ക്രോംപ്ടൺ എനർജി ഓൺ നിറ്റിയോ 3599 രൂപയ്ക്കാണ് വാങ്ങിയത്. ലൂക്കർ ക്രൗൺ 3289 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രൈസ് കുറവ് വരുന്നത് ലൂക്കർ ക്രൗൺ ആണ്. തൊട്ട് പുറകെ തന്നെ ആറ്റംബർഗ് ഉണ്ട്. ക്രോംപ്ടൺ ഇച്ചിരി മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ ഒരു ഫാൻ വാങ്ങിയാൽ ഇൻസ്റ്റാളേഷൻ്റെ കാര്യം വരുമ്പം ആറ്റംബർഗ് ആണെങ്കിൽ ഡയറക്റ്റ് ഡോർ സ്റ്റെപ്പ് ഇൻസ്റ്റാളേഷൻ സപ്പോർട്ട് തരുന്നുണ്ട്. അത് പെയ്ഡ് സപ്പോർട്ടാണ്. പക്ഷേ ചില മോഡലുകൾക്ക് ആറ്റംബർഗ് ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. അത് മെയിൻലി പ്രീമിയം മോഡലുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാൻ പർച്ചേസ് ചെയ്യാൻ നേരത്ത് അറിയാൻ പറ്റും എക്സാക്ട്ലി എത്ര രൂപയാണ് ഇൻസ്റ്റാളേഷൻ എന്ന്. നമ്മൾ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്യുക. ഇനി ക്രോംപ്ടണിന് ഇൻസ്റ്റാളേഷൻ സപ്പോർട്ട് ബ്രാൻഡ് നൽകുന്നില്ല. നിങ്ങളായിട്ട് ഒരു ഇലക്ട്രീഷ്യനെ കണ്ടെത്തി ഫാൻ ഫിക്സ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇനി ലൂക്കറിൻ്റെ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ തരുന്നുണ്ട് എക്സ്ട്രാ കോസ്റ്റിൽ. അപ്പോൾ അതും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്ത ഈ 3 ഫാനുകളും അടിപൊളിയാണെന്ന് പറയാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആറ്റംബർഗ് ആണ്. മറ്റൊന്നും കൊണ്ടല്ല, ആറ്റംബർഗ് ഒരു BLDC സ്പെഷ്യലിസ്റ്റ് ബ്രാൻഡ് എന്ന് വേണേൽ വിളിക്കാം. കാര്യം നമ്മുടെ ഇന്ത്യയിൽ BLDC മോട്ടോറുകൾ ഇത്രയും ഫേമസ് ആകാൻ കാരണവും അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്താൻ മെയിനായിട്ട് മുന്നിൽ നിന്നത് ആറ്റംബർഗ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇ-കൊമേഴ്സ് സൈറ്റുകൾ നോക്കിയാലും അറിയാം, മോസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ആറ്റംബർഗിൻ്റേത്. അപ്പോൾ നിങ്ങൾ എസ്തെറ്റിക്ക് മാത്രമല്ല, നല്ല പെർഫോമൻസും അതുപോലെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആറ്റംബർഗ് കൺസിഡർ ചെയ്യാം. പിന്നെ ഞാൻ ആറ്റംബർഗ് ചൂസ് ചെയ്യാൻ മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ പവർ ക്വാളിറ്റി ഇഷ്യൂസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ആറ്റംബർഗിൻ്റെ പ്രോഡക്റ്റുകളിൽ 10 കിലോവാട്ടിൻ്റെ സർജ് പ്രൊട്ടക്ഷനും 350 വോൾട്ടിൻ്റെ വോൾട്ടേജ് പ്രൊട്ടക്ഷനും കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത ബാക്കി മോഡലുകളിലൊക്കെ ടിപ്പിക്കലി 2 തൊട്ട് 4 കിലോവാട്ട് വരെയൊക്കെയാണ് സർജ് പ്രൊട്ടക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആറ്റംബർഗിൻ്റെ പ്രൊഡക്റ്റുകളാണെങ്കിൽ. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റുകളുടെയും ലിങ്ക് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫാൻ വാങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.